വെൽക്കം ടു സോനു നികേഷ് വ്ളോഗ്. സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്നറിയോ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് സോനുവിന്റെ വീട്ടിലേക്ക് പോവാണ്. സോനുവിന്റെ അമ്മച്ചിയുടെ അടുത്ത് പോവാണ്. അച്ചായിനെയും അമ്മച്ചീനെയും കാണാൻ പോവാണ്. ഏകദേശം ഒരു 3 മാസത്തോളമായി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സോനുവിന്റെ വീട്ടിൽ പോയിട്ട് 3 മാസത്തോളം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്, പിന്നെ തന്നെ പോകുമ്പോ വീഡിയോ എടുക്കാറില്ല, അതാണ് കാണിക്കാത്തത്. അതെ, അത് ഞങ്ങൾ തന്നെ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോകുമ്പോഴും വീഡിയോ എടുക്കാറില്ല. ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ വീഡിയോ എടുക്കാറുള്ളൂ. അപ്പൊ ഇന്ന് നമ്മള് ഒരുമിച്ച് സോനുവിന്റെ വീട്ടിൽ പോവാണ്. അപ്പൊ സോനുവിന്റെ വീട്ടിൽ പോകുമ്പോ നമുക്ക് അമ്മച്ചീനെ കാണാം, അച്ചായനെ കാണാം. മനു പിന്നെ അവിടെ ഇല്ല, മനു സൗദിയില് രോഹിണിയുടെ അടുത്ത് പോയിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇറങ്ങാൻ നിൽക്കുന്ന സമയമാണ്. നമ്മള് റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ എന്റെ മേമ സജിത മേമ ശബരിമലയിൽ പോയിട്ട് വരുമ്പോ ഒരു അരവണ പായസം ഞങ്ങക്ക് വേണ്ടിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. അമ്മയുടെ കയ്യിൽ കൊടുത്തയച്ചതാണ്. അപ്പൊ നന്ദി സജിത മേമ. മേമ ഞങ്ങക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ശബരിമലയിൽ പോയിട്ട്. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ ഞങ്ങളും ഈ പായസം കഴിക്കും. സോനുവിന്റെ അമ്മച്ചിക്കും അച്ചായിക്കും ഒക്കെ കൊടുക്കും. അമ്മയ്ക്ക് പിന്നെ ഓൾറെഡി വേറെ പായസം മേമ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അമ്മയും ചേച്ചിയും അപ്പൂസൊക്കെ അത് കഴിച്ചു. ഇത് തുറക്കണ സമയത്ത് നിങ്ങൾക്കും ലേശം തരാം. എനിക്ക് മധുരം കാണുമ്പോ കഴിക്കാനുള്ള ഒരു ആസക്തി കൂടി. പൊളിച്ചു ഞങ്ങൾ ഇച്ചിരി കഴിക്കട്ടെ. ഞങ്ങൾ കഴിക്കട്ടെ കേട്ടാ. ലേശം ഇങ്ങനെ കാണിച്ചാൽ നല്ല പായസം, അരവണ പായസം. എനിക്ക് മധുരം കഴിക്കുമ്പോ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പൊ ഒരുപാട് സന്തോഷം. മേമയ്ക്ക് സന്തോഷമായിട്ടുണ്ടാവും. സരിത മേമ എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര വേണ്ടപ്പെട്ട ആളാണ്. അച്ഛന് ഒരുപാട് ഇഷ്ടമായിരുന്നു സരിത മേമനെ. എന്റെ 2 ചേച്ചിമാരുടെയും പോലെ തന്നെയാണ് എനിക്ക് സരിത മേമ. സരിത മേമയുടെ മക്കളാണ് കൃഷ്ണ, ബാമ, സിദ്ധി. ഞങ്ങള് ഒരുമിച്ച് വളർന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. വീട്ടിൽ ഒരുമിച്ച് വളർന്നിട്ടുള്ളവരാണ്. ഒരുപാട് സ്നേഹം എല്ലാവരോടും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും ഒരുപാട് നന്ദി. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ മനസ്സിലുണ്ട് കേട്ടോ. മേമ, കൃഷ്ണ, ബാമ, സിദ്ധി, പ്രതിമാമൻ എല്ലാവരും ഉണ്ട്. നിങ്ങൾ പ്രേക്ഷകരും എല്ലാവരും ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇത് എല്ലാവർക്കും കുറച്ച് കൊടുത്തേ സോനു. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ അരവണ ഇഷ്ടമുള്ളവര് കഴിക്കട്ടാ എല്ലാരും. അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ. ഇനി സമയം വൈകി, നമുക്ക് ഇനി ഇറങ്ങാം. ഇപ്പൊ പോണ വയ്ക്കാണ്. ഞങ്ങൾ ബേക്കറിയിൽ കയറിയിരിക്കുകയാണ്. അപ്പച്ചിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങിച്ചിട്ട് ഫ്രൂട്ട്സിന്റെ കടയിൽ നമ്മൾ കയറും. ഞങ്ങൾ ഫ്രൂട്ട്സും ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടുള്ള കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്തവണ നമ്മള് ബേക്കറി കുറച്ചു. ബേക്കറി ഒക്കെ തിന്ന വെള്ള അസുഖം കൂടുള്ളൂ, അതുകൊണ്ടല്ലേ? അതെ, അമ്മച്ചിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്. അപ്പൊ അമ്മച്ചിക്ക് പറ്റണ പോലത്തെ സാധനങ്ങളാണ് നമ്മൾ നോക്കി വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ഇനി പോവാണ്. വീട്ടിൽ എത്തിയിട്ട് കാണാം അല്ലേ? വെള്ളരിക്കോ അല്ലെങ്കിൽ പേരക്കോ കൂടുവാ. വെള്ളരിക്ക ഉണ്ടായില്ലേ? പരിപാടികളാണ്, നാല് ദിവസത്തെ പരിപാടി. പള്ളിയുടെ ഹാളിൽ വെച്ചാ പരിപാടിയൊക്കെ, അവരുടെ പരിപാടിയൊക്കെ പള്ളിയുടെ ഹാളിൽ വെച്ചാ. കാരണം വീടിന്റെ സൗകര്യമില്ല. നോക്കട്ടെ. ഞങ്ങൾ രണ്ടാളും വീട്ടിലെത്തി. അച്ചായിയും അമ്മച്ചിയും ഒക്കെ കണ്ടു. ഭയങ്കര സന്തോഷമായി. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പം അമ്മച്ചിക്ക് ഇച്ചിരി തടിയൊക്കെ കുറഞ്ഞ പോലെ തോന്നിയില്ലേ? നിങ്ങൾക്ക് ഇച്ചിരി വയറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണുമ്പോൾ അമ്മച്ചിക്ക് വലിയ വയറുണ്ടായിരുന്നു. ഇപ്രാവശ്യം വയറൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്.
ക്ഷീണം തോന്നുന്നുണ്ട്, പക്ഷെ വയറൊക്കെ കുറഞ്ഞിട്ടുണ്ട് അമ്മച്ചിക്ക്. അമ്മച്ചി പിന്നെ ഞങ്ങൾക്ക് വന്ന വഴി നാരങ്ങവെള്ളവും കപ്പളങ്ങപ്പഴമൊക്കെ എടുത്തു തന്നു അല്ലേ? അതെ, അതെല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെയാണ്. അമ്മച്ചി എത്തുമ്പോഴേക്കും കുടിക്കാനുള്ള വെള്ളവും അതും ഇതും ഒക്കെ എടുക്കും. പിന്നെ മനു ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്കൊരു വീട് ഉറങ്ങിയ പോലെയുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് അവൻ ഉള്ളപ്പോൾ ഒരു വീടിനൊരു ഉണർവുണ്ട്. പക്ഷെ ഇപ്പം അവനില്ലാത്ത കാരണം വീടൊരു ഉറങ്ങിപ്പോയൊരു വീട് പോലെ തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ. അപ്പം നീ മനു കേൾക്കുന്നുണ്ടാവും, എത്രയും പെട്ടെന്ന് പോരേട്ടോ മനു, രോഹിണി, നിങ്ങൾ ഇനി നാട്ടിലൊക്കെ സെറ്റിൽ ആയിക്കോളെ. ഇവിടെ അച്ചായുടെ അമ്മച്ചിനും കൂടെ ജീവിക്കേ, അപ്പോഴേ വീടിനൊരു ഉണർവുള്ളൂ. അപ്പം നമുക്ക് അമ്മച്ചിയുടെ അടുത്തേക്ക് പോവാം. കുഴപ്പമില്ല. ഇടയ്ക്ക് ഇന്നാളെ പ്രാവശ്യം എവിടെയെങ്കിലും ഒരു വെട്ടം പോലെ വന്നാൽ ഗ്യാസ് കയറണമെന്ന് തോന്നുന്നു. ഗ്യാസ് അമ്മച്ചി ഫ്രിഡ്ജ് വെച്ചിരുന്നാണോ? എളുപ്പമുണ്ടല്ലോ കറി ഇന്ന് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ. അമ്മച്ചി ഇവിടെ മീൻ വറുക്കാണ്, ചാള. ഇവിടെ ചാള കറി വെച്ച് ഇരിപ്പുണ്ട്. മീൻചാറില്ലേ അമ്മച്ചി? തേങ്ങ അരക്കാ വെച്ചല്ലേ? തേങ്ങ അരച്ച് വെച്ചല്ലേ? അതെ. ബീൻസ് തോരനുണ്ട്. പിന്നെ അപ്പുറത്തെ ചിക്കൻ കറി. അമ്മച്ചി ഞങ്ങൾ വരുമ്പോൾ പ്രത്യേകം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണാണ്. ആ ചാറ് പറ്റിപ്പോയില്ല. പനീരേഷന് ചാറ് വേണമെന്ന് പറഞ്ഞ അത് കുഴപ്പമില്ല, ഉള്ള ചാറ് മതി. സൈഡിലേക്ക് ഇട്ടാൽ മതി മിസ്സി. എല്ലാ പാത്രവും എന്തിനാ എടുക്കണേ? ബാക്കി ഉണ്ടെങ്കിൽ ഇത് തന്നെ നിന്നാ പോരെ. ഞാൻ കഴിക്കോളാം അവസാനം പാത്രം ഇട്ടോ. ഇതൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുവച്ചേക്കാം. ചോറ് ഒരു പറ ചോറാ. അതെല്ലാം അവിടെ വെച്ചാൽ മതി, നമ്മളെടുത്തോളാം. ഞാൻ വറുത്ത് കുറച്ച് കഴിക്കാം. ചോറൊന്നും ഞാൻ അമ്മച്ചിക്ക് കൂടെ കഴിക്കാനുള്ള എടുക്കാം. ഇവിടെ വേണ്ട വേണ്ട, ഇവിടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഞാൻ അമ്മച്ചിയോട് എന്നും പറയണ കുറച്ചുണ്ടാക്കിയാൽ അമ്മച്ചിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാ ഞാന് സോനിനോട് എപ്പോഴും പോണ്ട, ഇടയ്ക്ക് പോയാൽ മതി എന്ന് പറയും. എത്ര പറഞ്ഞാലും അമ്മച്ചി ഉണ്ടാക്കി വെക്കും. എന്നാലും അമ്മച്ചിയുടെ കറികളൊക്കെ നല്ല ടേസ്റ്റാ. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്. ഇവനെന്നോട് പറഞ്ഞേ, നികേഷ് പറയും അമ്മച്ചിയുടെ കറി നല്ല കറിയാണ്, നല്ല രുചിയാണ്. അതെ, അമ്മച്ചിയുടെ അമ്മ അവിടെ കൈക്കൊണ്ട് കിട്ടിയേക്കണം. അതെയാ? അമ്മച്ചി വറുത്തൊന്നും വേണ്ട, വറുത്ത് കഴിക്കണ്ട, വറുത്ത് വേണ്ട, ഇതൊക്കെ മതി അമ്മച്ചിക്ക്. എന്നിട്ട് അധികം അവിയിലേക്കാണ് വെക്കാറുള്ളത്. അവിയിലേക്കാണെങ്കിൽ കൂട്ടിയ കുഴപ്പമില്ലല്ലോ. അപ്പൊ അത് കാരണം അവില് കൂടുതൽ കൂട്ടിയ ചോറ് കുറച്ച് തിന്നു. ഇങ്ങനെയൊക്കെയാണ്. നീ കൂട്ടുന്നില്ലായിരുന്നു 2-3 മാസമായിട്ട്. പനി വന്നേ പിന്നെ ഇടയ്ക്ക് ഇപ്പൊ ഈ ചാളയൊക്കെ ചെറുതായിട്ടൊക്കെ കൂട്ടും. മീൻ മേടിച്ചിട്ട് വരാൻ പറയും. അച്ഛൻ കൂടണം. ഞങ്ങളങ്ങനെ എല്ലാരും കൂടെ ചോറിനാൻ പോവാണ്. അച്ചായിക്കൊരു കല്യാണം ഉണ്ട്, അതുകൊണ്ട് അച്ചായി ആ കല്യാണത്തിന് പോയി. അതെ, അച്ചായി കല്യാണത്തിന് പോയി. അമ്മച്ചിയും ഞാനും സൗനും കൂടിയിട്ട് നമ്മള് ഫുഡ് കഴിക്കുകയാണ്. പതിവ് പോലെ തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ അമ്മച്ചി കുറേ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചു തുടങ്ങിയപ്പോ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. ഈ നിറച്ചും ചോറ് പ്ലേറ്റ് നിറച്ചിട്ട് വെച്ചിട്ടുണ്ട് അമ്മച്ചി ചോറ്. അത് മുഴുവൻ കഴിച്ച് ഇതെന്റെ വയറ് പൊട്ടുന്നതായി തോന്നണേ. സോനു അപ്പൊ നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് കാണാൻ കൂട്ടാനാ ഒക്കെ കൂടിയിട്ട് ഇതിലിട്ടാ. പിന്നെ ചാറൊന്നും വേണ്ട. പോയി. അല്ല വേണ്ട മച്ചി, നീ എണീക്കണ്ട. അത് ഇവിടെ വെച്ചാ മതി. പനി പോകുമ്പോ വന്നതാ. സോനു മീൻകറിന്റെ ആർക്കെടുക്ക? ഓർമ്മ എടുത്തിട്ട് അത് പിന്നെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ വേണോ വേറെ ഒരെണ്ണം എടുക്കണം? ഇതെ തന്നെ വേറെ വേറെ എടുക്കണമെങ്കിൽ
കേട്ടനൊക്കെ ഒന്ന് എടുക്കാനൊന്നും കിട്ടുമ്പോഴേ ഇങ്ങനെ പിടിച്ചാൽ മതിയോ ക്യാമറ കൈ വെട്ടം കാണുന്നുണ്ട്. എന്നാ ഇപ്പൊ ഈ സെറ്റിങ്സ് ഒന്ന് കിടക്കണേ. അത് ഇങ്ങനെ മുകളിൽ കാണിച്ച എല്ലാ ഓപ്ഷനും കിട്ടും. എന്നിട്ട് ഈ ഫോട്ടോ അവനെ എന്നൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ടോന്ന് നോക്കിയൊന്നു വാട്സാപ്പിലാണ് വിളിക്കുമായിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോ ഇപ്പൊ വിളിക്കാല 1:30 2 ആയിട്ട് വിളിക്കുള്ളൂ. നമുക്ക് താമസം എണിക്കുള്ളൂ. അത് കാരണം റോയില് ആ ഉണങ്ങുന്നക്കാലത്ത് അവിടെ ഉണ്ടെന്നേ പറ്റിയല്ലോ പക്ഷെ ഈ വണ്ടിയിലൊക്കെ കേറി കാൽമറ്റി എടുത്ത് പൊക്കിയും വെച്ചു വല്ല ചവിട്ടി വീഴണമെങ്കിൽ ബിരിയാണി പറഞ്ഞ് ചേച്ചിക്ക് പറ്റിയാണെങ്കിൽ ചേച്ചി സാരി ഉടുക്കണ്ടാട്ടോ ചേച്ചി. ഞാൻ പറഞ്ഞു കല്യാണത്തിനല്ല കല്യാണം ചെറുക്കൻ്റെ വീട്ടിൽ പോകുമ്പോൾ സാരി ഉടുക്കാം പോണെന്നോർത്ത് ഇരിക്കണു. ക്ഷീണമൊന്നും ഇല്ലെങ്കിൽ എല്ലാരും കൂടെ ബസ്സിനൊക്കെ അല്ലേ പോണേ. നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ സോനുവിന് അവധി ഇല്ലല്ലോ നീ കേട്ടോ. ശനി ഞാറും പറഞ്ഞു സുഖമായിരുന്നു. അല്ല കല്യാണത്തിന് വന്നിട്ടല്ലോ. വന്നാലും മതി. അല്ലാപ്പ എന്നെ ജോലി കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? അതങ്ങ് എടുത്താറും ചോറ് കുറച്ചങ്ങ് ഇവൻ എടുപ്പിച്ചു. മീൻകറി നല്ല കറിയാട്ടോ. നല്ല പൂരിയുണ്ട്. നല്ല കറിയാണ്. ഇന്നത്തെ കറി നല്ല കറിയാണ്. എല്ലാവരും പുളി കുടിക്കുന്നുണ്ട്. അതല്ല ഇപ്പൊ മീനൊന്നും പഴയതുപോലെ പോയില്ല. വലിയ മീൻ മേടിച്ചാല് രുചിയില്ല. എല്ലാ മീൻ മേടിച്ചാലും മീൻ മേടി പഴം തിരുത്താൻ ചാള മതി. അച്ചായി അമ്മച്ചി എല്ലാവരുമായിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഈ റൂം എല്ലാവർക്കും പരിചയം ഉണ്ടാവും. എപ്പോഴും കാണിക്കുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഉച്ചയ്ക്ക് ശേഷം കിടക്കണതും ഒക്കെ ഇവിടെ. അപ്പം ഞങ്ങളുടെ ബെഡിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. അച്ചായി അമ്മച്ചി അമ്മ ഇവരൊക്കെയാണ് ഞങ്ങളുടെ ലോകം അല്ലേ സോനു? അവരൊക്കെയാണ് അത്രയ്ക്കും കെയറിങ് ചെയ്യുന്ന, ഞങ്ങൾ അത്രയധികം ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾ അത്രയധികം കെയറിങ് ചെയ്യുന്ന ആൾക്കാരാണ് അമ്മച്ചി, അച്ചായി, എൻ്റെ അമ്മ അധികം വീഡിയോയിലൊന്നും സംസാരിച്ചില്ലെങ്കിലും ഞങ്ങളെ ഭയങ്കര കെയറിങ് ആണ്. അമ്മച്ചി പിന്നെ സംസാരിക്കും നന്നായിട്ട് സംസാരിക്കും അമ്മച്ചി. അമ്മ പിന്നെ അധികം അറിയാലോ വീഡിയോയിൽ അധികം സംസാരിക്കില്ല. പക്ഷെ ഞങ്ങളെ കെയർ ചെയ്യണ കാര്യത്തില് എല്ലാവരും ഭയങ്കര മത്സരം തോന്നുന്നു. ഭയങ്കര കെയറിങ് ആണ്. ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ ഇവരുടെയൊക്കെ ഇടയിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്. പിന്നെ നമ്മുടെ സിബ്ലിങ്സ്, എൻ്റെ അനീഷേച്ചി, ബാവേച്ചി, സോനുവിൻ്റെ ബ്രദറ്, സോനുവിൻ്റെ എന്നല്ല ഞങ്ങളുടെ ബ്രദറ് മനുവിൻ്റെ വൈഫ് രോഹിണി, അവരെല്ലാവരും ഭയങ്കര സ്നേഹമാണ് ഞങ്ങളോട്. അപ്പോൾ ഇതൊക്കെ സന്തോഷമാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ ഇടയിൽ ഒരുമിച്ച് അധികം വരാതിരുന്നത്, ഞങ്ങൾ വരുമ്പോൾ അമ്മച്ചിക്ക് കുറച്ച് പണികൾ ഉണ്ടാവാറുണ്ട്. റൂം വൃത്തിയാക്കുന്നതും ബാത്റൂം വൃത്തിയാക്കണതും പിന്നെ ഫുഡ് എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ഭക്ഷണം ഒത്തിരി ഉണ്ടാക്കി വെക്കും. അതെ, അതുകൊണ്ടാണ് ഒരുമിച്ച് വരാത്തത്. പിന്നെ അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഒരു 1.5 അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അമ്മച്ചിക്ക് വയ്യല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം വരാത്തത്. അപ്പൊ അമ്മച്ചി ഒന്ന് ഉന്മേഷമായിട്ടുണ്ട്. അമ്മച്ചിക്ക് നല്ല ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. പല ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് അമ്മച്ചിക്ക്. ഷുഗർ നന്നായിട്ടുണ്ട്. പിന്നെ പല പ്രശ്നങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും വന്നാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ബുദ്ധിമുട്ടാന്ന് ഒരിക്കലും അമ്മച്ചി പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവും. അതെ. പിന്നെ അത്യാവശ്യം വരുമ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വരും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ സോനു വരാറുണ്ട്. സോനു വന്ന് പോവും അമ്മച്ചിയുടെ അങ്ങനെ. അപ്പോൾ അമ്മച്ചി ഉന്മേഷമായപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഭയങ്കര സന്തോഷം. പിന്നെ നമുക്കൊന്ന് കിടന്നാലോ? എന്റെ കണ്ണൊക്കെ കുറച്ചു നേരം കിടക്കട്ടെ. കിടന്നിട്ട് എണീറ്റിട്ട് കാണാം. അതെ, വൈകുന്നേരം കാണാം. കരോള് പാടാൻ പോയി. അത് കുഴപ്പമൊന്നുമില്ല. ചായ കുടിക്കാതിരിക്കുകയാണ്. ചായയും അമ്മച്ചിയും ഒക്കെ കൂടെ ഉണ്ട്. ചായക്ക് നമുക്ക് പരിപ്പുവട ഉണ്ട്, പിന്നെ പപ്സ് ഉണ്ട്. ചായ അമ്മച്ചിയുടെ ചായ ഒരു സ്പെഷ്യൽ ചായയാണ്. ഇലക്കായിട്ടല്ലേ? ഇലക്കായിട്ടത് നല്ല മണവും ഇങ്ങനെ ആ മണവും ഇങ്ങനെ വരും. അമ്മച്ചി വായോ, ഞങ്ങൾ ചായ കുടിക്കട്ടെ. ഇനി അത് കുഴപ്പമില്ല. അത് വീട്ടിലല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഷർട്ട് ഇട്ടല്ലോ. അച്ചായ ഒത്തിരി ക്ഷീണിച്ചു. ഇപ്പൊ പനി പിടിച്ചതിന് ശേഷാന്ന് തോന്നുന്നു അല്ലേ?
രസമുണ്ട് അമ്മച്ചി, വേലക്കായിട്ടുള്ളതുകൊണ്ട് രസമുണ്ട്. അമ്മച്ചി ഇങ്ങോട്ട് പോരെ. അമ്മച്ചീനെ അച്ചായനെ എല്ലാരും കാണട്ടെ. എല്ലാവർക്കും പ്രിയം അമ്മച്ചീനെ അച്ചായനെ. ഞങ്ങളെ പിന്നെ എപ്പോഴും വീഡിയോയില് കാണണല്ലേ നീ സോനുവിനെ. അപ്പൊ അച്ചായനെ അമ്മച്ചീനെ എപ്പോഴും ചോദിക്കും, കൊറേ പേര് ചോദിക്കും. അവരെ കാണിക്കുന്നു പറയും. അപ്പൊ അമ്മച്ചീന് വാ, അമ്മച്ചീനെ അതെന്തിനാ അങ്ങനെ പറയണ? അത്രയും ഇഷ്ടാണ് രണ്ടാളും എല്ലാവർക്കും. പോയപ്പോഴേ ആ കൂടെ മനുവിന്റെ കൂടെ പോയതാന്ന് പറഞ്ഞാൽ മനുള്ളപ്പോ ഈ സമയത്താ അവൻ വരിക, ജോലി കഴിഞ്ഞിട്ട് അല്ലേ? ഒരു 3:30 സമയത്തല്ലേ അവൻ വരിക. നിന്നെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടാ രണ്ടാളെയും. അതെ വെച്ചിരുന്ന പാമ്പാറോടെ എത്തിപ്പോ അവിടെ നിന്ന് നല്ല ബേക്കറി ഉണ്ട് അവിടെ. ഞങ്ങൾ ബിരിയാണിയുടെ അടുത്ത് പോകുമ്പോ അവിടെ നല്ല ബേക്കറി ഉണ്ട്. അവിടെ എല്ലാ സാധനവും വന്നവരാണ് ഉണ്ടാക്കി തന്നെ റോഡ് സൈഡിൽ റോഡ് സൈഡ് അല്ല, അതൊരു ബേക്കറി ഒക്കെ അവിടെ തന്നെ ഉണ്ടാക്കുമല്ലോ ബേക്കറി. ഞങ്ങള് സോനു പഠിച്ച സ്കൂളിന്റെ അവിടേക്ക് ഒന്ന് പോകാൻ വിചാരിച്ചിരിക്കും. സെന്റ് ജോൺസിന്റെ അവിടെ അങ്ങോട്ട് കേറിപ്പോ. പിന്നെ കേറിപ്പോയെന്ന് തന്നെ ഞാനിവിടെ പഠിച്ചാൽ ഞാൻ ഇത്തിരി ആൾ കൂടി നാട്ടിൽ ഒന്ന് വന്നാന്ന് പറഞ്ഞാൽ മതി. എന്നാലും ആരും ഒന്നും പറയൊന്നുമില്ല. ആദ്യം മഠത്തിന്റെ ഇല്ലേടെ പോവാം. മഠത്തിൽ കൊച്ചു പഠിച്ചല്ലേ? 4 വരെയോ? അല്ല 6 വരെയോ? 6 വരെ 7 വരെ കണ്ട് അല്ലേ? കന്യാസ്ത്രീകളുടെ മത്തിലാ സോനു പഠിച്ചല്ലേ? 7 വരെയാണ് എനിക്ക് തോന്നേ. വേണ്ടേ? സദ്യ ഉണ്ടാകും. അല്ലെങ്കിൽ അച്ചായ തിന്നു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇനി പപ്സൊന്നും വേണ്ട. അയ്യോ ഇനിയൊന്നും വേണ്ട മത്തി. അത് തിന്നോ, തിന്നോ. അങ്ങനെ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഇവിടെ എത്തിയിട്ട് 2 സ്കൂളുണ്ട്. അതിൽ ആദ്യത്തെ സ്കൂളിലാണ് ഇപ്പോൾ വന്നേക്കണേ. ഇത് LFHS വടകര എന്ന് പറയും. ഇവിടെ ഞാൻ 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ പഠിച്ചതാണ്. അതായത് നമ്മുടെ മടമക കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളാണ്. ഞാൻ പഠിച്ച സമയത്ത് ഇവിടെ ആൺപിള്ളേർക്ക് 7ാം ക്ലാസ് വരെ ഉള്ളായിരുന്നു. പിന്നെ 8ാം ക്ലാസ് ആയപ്പോൾ തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് പോയി. അങ്ങോട്ട് നമ്മളിപ്പോൾ പറ്റിയാൽ പോകുന്നുണ്ട്. ഇതാണ് ഇപ്പം ഞാൻ പഠിച്ച സ്കൂള്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ. സ്കൂള് കാണിച്ചു തരാം. ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല. പുറത്തുനിന്ന് കാണിച്ചു തന്നിട്ടുണ്ട്, ഉള്ളിൽ കാട്ടിയിട്ടില്ല. അപ്പൊ കാട്ടിത്തരാന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അതാ സോനു പഠിച്ച സ്കൂള്. നമുക്കൊന്ന് കാണാം, ശരിക്കും കാണാം. പഠിച്ച സ്കൂളിൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ 1999 2000 കാലഘട്ടമൊക്കെ ആയിരുന്നു ഞാനിവിടെ പഠിച്ചത്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയാം. അതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയല്ലേ, അവരൊരു പഠിച്ച സ്കൂളിൽ വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ. അപ്പം ഞാൻ അങ്ങോട്ടൊക്കെ ഒന്ന് കയറിപ്പോട്ടെ. അവിടെയൊക്കെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഏതായാലും ഒന്ന് പോകാൻ ചേട്ടാ, ഞാൻ കാണിച്ചു തരാം. അതെ ഞാൻ വരുന്നു, ഞാൻ പിന്നാലെ ഉണ്ട്. യേശുവിന്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ട് ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഒത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ട്. അല്ല ഞങ്ങള് വെറുതെ അല്ലേ ഇവിടെ പോയപ്പോ കേറിയത്, അവിടെ പഠിച്ചതാ. അപ്പൊ വെറുതെ കേറിപ്പോയാ? അല്ല കേറിയാ കുഴപ്പമുണ്ടോ സിസ്റ്ററെ? കുഴപ്പമില്ല കേറിയാല്. ഞാൻ 7ാം ക്ലാസ്സിലായപ്പോ പഠിച്ചത് കേട്ടോ. അവസാനത്തെ വർഷം ഇതായിരുന്നു 7ാം ക്ലാസ്. ആ സമയത്ത് ഇവിടെ 7, 6, 5 ക്ലാസ്സുകളായിരുന്നു. പിന്നെ ഇതിൻ്റെ അപ്പുറം ഒരു ചാപ്പലൊക്കെ ഉണ്ട് കന്യാസ്ത്രീകളുടെ ഒക്കെ. അപ്പം ഞങ്ങളെ ഇന്ന് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് ആ സമയത്ത് ചാപ്പലിൽ പോണൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ
ഒരു എന്താ പറയാന്ന് അറിയത്തില്ല, ഒരു പ്രത്യേക ഫീലാട്ടാ. ഇപ്പോഴും ഇവിടെ 7B എഴുതി വെച്ചിട്ടുണ്ട്, ഡിവിഷൻ തിരിച്ച്. അപ്പൊ നമുക്ക് ഇവിടെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്, എന്നാലും അപ്പുറത്തേക്കടെ കയറി പോകുന്ന ഒരു സിസ്റ്ററെ കണ്ടപ്പോ പറഞ്ഞു. അപ്പൊ നമുക്ക് അലയുടെ ഒന്ന് കയറി പോവാം. അങ്ങോട്ട് പോവാ നീർച്ചേട്ടാ, എന്നിട്ട് നമുക്ക് അടുത്ത സ്കൂളിൽ പോവാം. മഴ എപ്പോ പെയ്യാം, അതുകൊണ്ട് നമ്മള് അങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. അപ്പൊ മഴ വന്നതിന് മുമ്പ് അവിടേക്ക് ഒന്ന് കയറി കണ്ടിട്ട് നമുക്ക് അടുത്ത സ്കൂളിലേക്ക് പോവാം. നീർച്ചേട്ടാ, എങ്ങനെയുണ്ട് ഈ സ്കൂളും പരിസരവും ഒക്കെ? അടിപൊളി. എല്ലാവർക്കും അവരുടെ സ്കൂളിലെത്തുമ്പോ ആ പഴയ കുട്ടികളായി മാറും എല്ലാവരും. അതിപ്പോ സോനു ആ കുട്ടിയായി മാറുന്നത് ഞാൻ ശരിക്കും കണ്ടോണ്ടിരിക്കുക. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ. എത്ര വർഷമായെന്നറിയാമോ? 1990 2000 ആ കാലഘട്ടത്തിലാണ്. പെട്ടെന്ന് ടീച്ചർമാരുടെ കാര്യമൊക്കെ ഓർത്തപ്പോ എനിക്ക് ചില ടീച്ചർമാരെ ഓർമ്മ വരുന്നുണ്ട്. കന്യാസ്ത്രീകളായിരുന്നു കൂടുതലും നമ്മുടെ ടീച്ചേഴ്സ്. ഇപ്പൊ അവരൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരിക്കും, ഇത്രയോ വർഷമായില്ലേ. അപ്പൊ നമുക്ക് വേഗം തന്നെ അപ്പുറത്തേക്കൂടെ ഒന്ന് പോവാം അല്ലേ. മഴ എപ്പോ വേണേലും പെയ്യാം. അങ്ങനെ ഇവിടുന്ന് പോവാട്ടോ ഇനി അടുത്ത സ്കൂളിലേക്ക്. ഞാൻ 8, 9, 10 പഠിച്ചത്. അത് ഇവിടെ സെന്റ് ജോൺസ് HSS ആണ്. അങ്ങോട്ട് പോവാണ്. പോവാ നീർച്ചയായിട്ടും ഞാൻ പെട്ടെന്ന് സോനു എന്നാ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കണെന്ന് ചോദിച്ചു. ചെറിയ കുട്ടിയായി മാറി. സോനു ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇവിടെ സിസ്റ്റേഴ്സിനെ ഒക്കെ കണ്ടു, 1-2 സിസ്റ്റേഴ്സ് സംസാരിച്ചു. അപ്പം പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ സോനു ശരിക്കും ആ പഴയ കുട്ടിയെ ഇപ്പൊ ഈ യൂണിഫോം കൂടി മാത്രമായിട്ടുണ്ടോ? പോവാ, മഴ വരും. അടുത്ത ഞാൻ 8 തൊട്ട് 10 വരെ പഠിച്ച സ്കൂളിൽ എത്തിയിട്ടോ. ഇവിടെ +2 ഉണ്ടായിരുന്നു, പക്ഷേ +2 എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റിയില്ല, വേറെ സ്ഥലത്തായിരുന്നു. ഇപ്പോൾ ഇവിടെ +2 ഉണ്ട്, TTC വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും മഴ പെയ്തു തുടങ്ങി, അതുകൊണ്ട് പെട്ടെന്ന് കണ്ടിട്ട് പോകാമെന്ന് ഓർത്താ. എങ്ങനെയുണ്ട്? സൂപ്പർ, രണ്ടും സൂപ്പർ. ലിറ്റിൽ ഫ്ലവറും സെന്റ് ജോൺസും അല്ലേ. അപ്പൊ സോനു പഠിച്ച സ്കൂളൊക്കെ നമ്മളെ എല്ലാവർക്കും കാണിച്ചു തന്നു, എനിക്ക് കാണിച്ചു തന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്നു അല്ലേ. സോനു ഭയങ്കര സന്തോഷം. സോനുവിന് കുറച്ചു നേരത്തേക്ക് സോനു ആകെ എന്താ പറയാ വേറെ ലോകത്തെത്തിയ പോലെയാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലെ. നമ്മൾ പഠിച്ച സ്കൂളിന്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് പഴയ മെമ്മറീസും ആ പഴയ കാലത്തെ ഓർമ്മകളും ഒക്കെ വരുന്നുണ്ടാവും. അതെ, അപ്പൊ ഒന്ന് കാണാം. അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് പോവാ. ഇനി ഇവിടുന്ന് കണ്ടിട്ട് പോവാം. ഞങ്ങൾ പോണതിന് മുമ്പ് പെട്ടെന്നൊരു മഴ വന്നു കേട്ടോ, അതുകൊണ്ട് ഇവിടെ സ്റ്റക്കായി പോയി. അപ്പോൾ ഞാനിങ്ങനെ നികേഷേട്ടനോട് പറയായിരുന്നു, ഞാൻ പഠിച്ച ക്ലാസ് ഇതായിരുന്നു, ആ ക്ലാസ് വെച്ച് എനിക്കിട്ട് ഒത്തിരി അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുക. ഞാൻ മാത്തമാറ്റിക്സിലൊക്കെ ഞാൻ വലിയൊരു പഠിക്കുന്ന ആളായിരുന്നില്ല. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ബോർഡെ കൊണ്ട് നിർത്തിയിട്ട് പുറത്തിൻ്റെയൊക്കെ അടിയൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഓർത്തു. ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, പണ്ടത്തെ കാലത്ത് പിള്ളേർക്കിട്ടൊക്കെ നല്ല അടി വെച്ച് കൊടുക്കുന്ന സമയമല്ലേ. ചന്തിയും അടി കിട്ടിയിട്ടുണ്ടാവും. ചന്തിനും അടി കിട്ടിയിട്ടില്ല, കൈക്കിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ വന്നപ്പോ ആ ടീച്ചർമാരെയും ആ ക്ലാസ്സിലെ ഓരോ പിള്ളേരെയൊക്കെ ഞാനിങ്ങനെ ഓർത്തു ഇവിടെ വന്നപ്പോ. ഇതാണ് നമ്മുടെ സെന്റ് ജോൺസ് HSS വടകര. മഴ തുടങ്ങിയില്ല കൂടി. അപ്പൊ ഇനി മഴ മാറിയിട്ടേ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് സോനു ഓർമ്മകളൊക്കെ വർദ്ധിപ്പിക്കാൻ. അങ്ങനെ മഴയായിട്ട് പോസ്റ്റായിട്ട് ഏകദേശം 1 മണിക്കൂർ ഇവിടെ നിന്നു. അങ്ങനെ ആകെ പോസ്റ്റായി. എന്നിട്ട് ചെറുതായിട്ട് മഴ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വേഗം ചെല്ലാന്ന് ഓർത്താണ്. ഞങ്ങൾ പോവാണ്. കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. നല്ല ഉഗ്രം മഴയൊക്കെ ആയിരുന്നു. അപ്പം മഴ കഴിഞ്ഞ് ഇപ്പം മഴ ചെറിയ മഴയാണ്. അപ്പം മഴയത്ത് നടക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ. നിങ്ങൾ മഴയത്ത് ആദ്യമായിട്ടാവും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കാണുണ്ടാവുക. അപ്പോൾ ചെറിയ റൊമാൻസ് ഒക്കെ ചെയ്ത് കൈയൊക്കെ കോർത്ത് പിടിച്ച് ഞങ്ങളിങ്ങനെ സോനുവിൻ്റെ സ്കൂളിൻ്റെ പടി ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പൊ വാ, നമുക്ക് വീട്ടിൽ എത്തിയിട്ട് കാണാം. ഞങ്ങള് സോനുവിന്റെ സ്കൂളൊക്കെ കണ്ടു കഴിഞ്ഞ് മഴയൊക്കെ കൊണ്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് അമ്മച്ചി ഇതേ ഞങ്ങൾക്ക് 2 ടീഷർട്ടൊക്കെ എടുത്ത് തന്നു മാറ്റാൻ പറഞ്ഞിട്ട്. മഴ മൊത്തം കൊണ്ട് ഫുള്ള് നനഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താ സോനു നമുക്ക് പരിപാടി? ഇനി എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഇനി ഞങ്ങള് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അച്ഛൻ്റെ അമ്മച്ചിനെയും കൂടെ കുറച്ച് നേരം ഇരിക്കാൻ പോവുകയാണ് ഇനി. അപ്പോൾ ആ ഭാഗം നമുക്ക് കാണാം.
ഞങ്ങൾ അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന വഴിക്ക് സീതപ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണിത്. കഴിച്ചോന്ന് ചോദിച്ചത്. വേണ്ട ഒരു ശകലം ടേസ്റ്റ് ചെയ്ത് നോക്കാം മച്ചാ. എനിക്ക് വേണ്ട ഞാൻ അത് കഴിച്ചു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അച്ചായിക്ക് അതിന് ഇഷ്ടപ്പെട്ട് കഴിച്ചപ്പോ ആത്തക്കയുടെ ഒരു ടേസ്റ്റ് പോലെ ഉണ്ട്. നല്ല ഈ മൂവാണ്ടൻ മാങ്ങാപ്പഴത്തിന്റെ ടേസ്റ്റ് പോലെ പണ്ടത്തെ നമ്മുടെ നാട്ടിലുണ്ടായി. അല്ല ആത്തക്കയുടെ ടേസ്റ്റ് ഇല്ലേ? ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നപ്പാ കുറച്ച് അധികം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2 തന്നെ ഉള്ളു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ബാഗിത്തത്തില്ല നോർത്താ. പൊട്ടിയിരിക്കുവാണല്ലോ അപ്പാ. അത് ഇങ്ങോട്ട് വെച്ചാൽ തിരിച്ച് ഇതിലേക്ക് വെച്ചു. ഉണ്ടോ വേണ്ടേ? മുട്ടായി വെച്ചു. മുട്ടായി ഈ പൊട്ടിയിരിക്കണ എടുത്ത് തിന്നു. ജയിച്ചിട്ട് പൊട്ടിയിരുന്ന ഇതിവിടെ ചെറുതോട്ട് നീ കേട്ട് തിന്നാ വലിയ എടുത്ത് തിന്നാ. ഞാൻ മുമ്പിൽ ഓർമ്മ തന്നെ നിന്നാന്നേ. മുമ്പിൽ ഓർമ്മ നിന്നു. എടുത്തു വെച്ചേക്കാം. നാളെ തിന്നാം. അമ്മച്ചിക്കാരി ഇഷ്ടം. പക്ഷെ തിന്നാലേ മധുരല്ലേ. ഞങ്ങള് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ചപ്പാത്തിയും ചോറും ഒക്കെ അമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചപ്പാത്തി കഴിക്കണു, സോനു ചോറ് കഴിക്കണു. അമ്മച്ചി അച്ചായൊക്കെ ഇരിക്കട്ടാ. അവര് കഴിക്കണ സമയം ആയില്ല. അതാ അതുകൊണ്ട് ഞങ്ങള് നേരത്തെ വെച്ചിട്ട് അവര് കഴിക്കണ സമയമാകുമ്പോ കഴിച്ചോട്ടെ എന്ന് ഓർത്താണ്. ഞാൻ ചോറ് കൊണ്ടാണ്. അമ്മച്ചി എനിക്ക് ചക്കക്കുരുമാങ്ങ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് അത് കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് ചോറ് കഴിക്കണല്ലേ. അതാ ഞാൻ ചോറ് കഴിക്കണം. ഈ കറി ഏറ്റവും ഇഷ്ടമുള്ള കറിയാ. ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ ചാറ്. മുരിങ്ങക്കായ ഇട്ടില്ലേ ഇല്ല അല്ലേ? മുരിങ്ങക്കായ ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് നല്ല കൂടും. രുചി കിട്ടും. ഇത് കഴിഞ്ഞ വർഷത്തെ ചക്കക്കുരുവാ. അതെയോ? ഈ വർഷം ഉണ്ടാവണുള്ളൂ. മൂത്ത് തന്നെ ഉള്ളൂ. എലിച്ചായുടെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇനി കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. മതി കൊറേ അമ്മച്ചി അച്ചായൊക്കെ ആയിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പൊ 11 മണിയൊക്കെ ആയി. എല്ലാവരും കൂടി ആ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ. കുറേ സമയം ഇരുന്ന് വർത്താനം പറഞ്ഞു. ആ മുറ്റത്ത് ഫ്രണ്ട്സ് ആയിട്ടിലിരുന്നിട്ട് ഞങ്ങൾ 4 ആളും കൂടിയിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞു. ഇപ്പൊ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ 11 മണിയായി. അപ്പോൾ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കിടക്കാമെന്ന് വിചാരിച്ചു. അതെ. അങ്ങനെ വിശേഷങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ ഇനി രാവിലെ എണീറ്റിട്ടാണ് അല്ലേ? അപ്പൊ ഞങ്ങൾ ഇനി കിടക്കാൻ പോവാണ്. കിടന്ന് ഉറങ്ങി രാവിലെ കാണാം. ശരിയാണ്. അങ്ങനെ രാവിലെ ഞങ്ങൾ എണീറ്റു. നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി അല്ലേ? നല്ല ഉറക്കം നല്ലോണം ഉറങ്ങി എണീറ്റു. അമ്മച്ചിയൊക്കെ എണീറ്റിട്ടുണ്ട്. ലൈറ്റ് കാണാണ്ട്, ശബ്ദം കേൾക്കാണ്ട്. അപ്പം അമ്മച്ചി അച്ചായൊക്കെ എണീറ്റിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇനി എന്താ പരിപാടി? സോനു ഫ്രഷ് ആവണ്ടേ? പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആവണം. എന്നിട്ട് ചേട്ടൻ പോകാൻ റെഡി ആയിട്ടിരിക്കുക. പക്ഷെ ഞാൻ എത്ര പെട്ടെന്നൊക്കെ പോകണ്ടെന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിയട്ടെ എന്ന് പറഞ്ഞു അല്ലേ? എല്ലാ പ്രാവശ്യം ചായ കുടിച്ചു കഴിഞ്ഞിട്ട് പോവാറ്. പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ യാത്രകൾ ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് എത്തിയാലേ പിന്നെ സമാധാനമുള്ളൂ. ഇന്നലെ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി അവിടെ അങ്ങനെ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടേ പോവുള്ളൂ. ചായയൊക്കെ കുടിച്ച് പതുക്കെ കുറച്ച് നേരമൊക്കെ വീണ്ടും. ഇന്നലെ രാത്രി ഒരുപാട് നേരം ചായ അമ്മച്ചൊക്കെ ആയിട്ട് ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു. അപ്പം ആ വീഡിയോ ഒന്നും എടുത്തില്ല. കുറേ നേരം വർത്താനം പറഞ്ഞു. ഒരു 2 hours അടുപ്പിച്ചിരുന്ന 2-3 hours അടുപ്പിച്ചിരുന്ന വർത്താനം. അപ്പം അങ്ങനെ പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് നമുക്ക് പല്ലൊക്കെ തേച്ചിട്ട് അപ്പുറത്തേക്ക് പോവാം. അമ്മച്ചിയുടെ അടുത്തേക്ക് പോവാം അല്ലേ? ഇവിടെ ചെടികളൊക്കെ ഉണങ്ങിയിരിക്കുമായിരുന്നു. ഇന്നലെ നല്ലൊരു മഴ പെയ്തുകൊണ്ട് ഇപ്പം അതൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ സോനുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്.
മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാറൊക്കെ ആകെ നനഞ്ഞു കിടക്കുന്നുണ്ട്, ഇവിടെ മുറ്റമൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ മഴ പെയ്തിട്ടുണ്ട് ഇന്നലെ. നമ്മൾ അറിഞ്ഞില്ല അല്ലേ മഴ പെയ്തൊന്നും. രാത്രി പിന്നെ പെയ്തോന്ന് അറിയത്തില്ല. ഇത് കാറ് കണ്ടില്ലേ ഫുള്ള് നനഞ്ഞു കിടക്കണ. മഴ പെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പൊ നല്ലൊരു അന്തരീക്ഷം വീടിന്റെ ഫ്രണ്ടിൽ. നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ ജീവിച്ചിട്ട് നമുക്ക് വീട്ടുകളിൽ വരുമ്പോ വേറൊരു ഫീല്, ഭയങ്കര സന്തോഷമുള്ളൊരു ഫീല് കിട്ടാണ്. അപ്പൊ അങ്ങനെ ഇത് പല ശബ്ദങ്ങളും പക്ഷികളുടെ ശബ്ദങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ മനുകുട്ടന്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ മനു. ബർത്ത്ഡേ മനു. മനുവിനെയും രോഹിണിക്കും ഒക്കെ നല്ല എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഞങ്ങൾ ഓർക്കണു. അമ്മച്ചിയും അച്ചായിയും ഒക്കെ ഇവിടെ എന്ന് പറഞ്ഞു. മനുകുട്ടന്റെ പിറന്നാളാണ് പറഞ്ഞു. അപ്പൊ കറക്റ്റ് നമ്മളിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മനുവിനെയും രോഹിണിനെയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വായോ, വന്നിട്ട് ഞങ്ങളുടെ അവിടേക്ക് വായോ. അമ്മച്ചിയൊക്കെ ആയിട്ട് നമുക്ക് മെട്രോയിലൊക്കെ പോകണം. അമ്മച്ചിക്ക് അങ്ങനെ ഇവിടെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്താ അമ്മച്ചിക്കായിട്ട് ട്രാവലിങ്ങിന് പോവാത്തതെന്ന്. ഇവിടെ ചോദിച്ചാൽ അറിയാം, ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോ ഞാൻ അമ്മച്ചിയോട് പറയാം അമ്മച്ചി നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം, എങ്ങോട്ടെങ്കിലും പോവാന്ന്. അപ്പൊ അമ്മച്ചിക്ക് നടക്കാനൊന്നും തീരെ വയ്യ. ഇവിടെ മുറ്റത്ത് തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് അമ്മച്ചി നടക്കണത്. വീടിന്റെ മുറ്റത്ത് കാലിനൊക്കെ നല്ല പ്രോബ്ലം ഉണ്ട്. അപ്പൊ വീടിന്റെ മുറ്റത്ത് തന്നെ അമ്മച്ചിക്ക് ബുദ്ധിമുട്ടാണ് നടക്കാൻ. അപ്പൊ പിന്നെ എങ്ങനെയാ നമ്മൾ ട്രാവലിങ്ങിനെ കൊണ്ടുപോകാം, അതുകൊണ്ടാണ്. പക്ഷെ ഇടയ്ക്കൊക്കെ ഒരു ഇച്ചിരി എനർജി അമ്മച്ചിക്ക് വരാറുണ്ട്. അപ്പൊ മനു ഒക്കെ വരുമ്പോ മനു രോഹിണിയൊക്കെ ആയിട്ട് നമ്മുടെ എറണാകുളം വരെയൊക്കെ വരാൻ അമ്മച്ചിക്ക് പറ്റും. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് മെട്രോയിലൊക്കെ പോവാം മനു രോഹിണിയൊക്കെ വരുമ്പോ. എന്താ സൗകര്യം പറയാനുള്ള? പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ചായ കുടിക്കുമ്പോ കാണാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാനില്ല. അമ്മച്ചി ചട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചട്ടപ്പുട്ടൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടിയൊക്കെ വർത്താനം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എറണാകുളത്തേക്ക് മടങ്ങാം. ഇവിടെ ചിരട്ടപ്പുട്ടും കടലക്കറി പിന്നെ മുട്ട പുഴുങ്ങിയതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മച്ചി വായോ കഴിക്കാൻ. ഇതിൽ വെച്ചാലും താമസം മറ്റേപ്പാടുണ്ടാക്കുവായിരുന്നു എളുപ്പമുണ്ടാകും. കണക്കാത്ത ഇതമ്മച്ചി ഉമ്മ ചട്ടപ്പുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമല്ലോ നിർത്തി ചട്ടപ്പുട്ട് ഉണ്ടാക്കിയതാണ്. ചിരട്ടപ്പുട്ടും കടലക്കറിയാണ് അമ്മച്ചി ഉണ്ടാക്കിയുള്ളത്. നമ്മൾ കഴിക്കാൻ പോവാണ്. അമ്മച്ചി കൂടെ വന്നിരിക്കുക ഞങ്ങളുടെ കൂടെ. അമ്മച്ചിയും അച്ചായി പുറത്തു പോയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. സോ ഒരു നമുക്ക് കഴിക്കാം. ഒരു അമ്മച്ചി മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. അപ്പൊ കഴിക്കാം. പിന്നെ അമ്മച്ചി രാവിലെ മേടിച്ചു വല്ലൊക്കെ തേച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ പാൽച്ചായ കുടിക്കും. അതെയാ, അതുകൊണ്ടാണ് പിടിച്ചിരിക്കണേ. പാൽച്ചായ കുടിക്കും. ഇപ്പം രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് കിടക്കും. രാത്രി വല്ല പരവേശം വന്നാൽ കുടിക്കാൻ വേണ്ടിട്ട് രാവിലെ അമ്മച്ചി ചായ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചായക്ക് കടികൾ ഉണ്ടാക്കുന്നത്. അപ്പത്തേനും നല്ല ഊരാവും. ചായ കുടിച്ചിട്ട് പറ്റിയല്ല അമ്മച്ചിക്ക്. പാൽച്ചായ ഉള്ള ദിവസം കുടിക്കും. ഞാനീ എടുക്കാലോ നോക്കാം. ഞാനൊരു പൂതിക്കെടുത്തിട്ടതാ. രണ്ടുപേരും മാറി മാറി ഇടും. അങ്ങനെ ഞങ്ങള് എറണാകുളത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അച്ചായിയുടെയും അമ്മച്ചിയുടെയും കൂടെ ഒരു ദിവസം താമസിച്ചു. കുറെ നേരം ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഒരുപാട് സന്തോഷമായി ഇല്ലേ അച്ചായി അമ്മച്ചി? അപ്പൊ മനു പോയപ്പോ നമുക്ക് വീട് ഒന്ന് ഉറങ്ങിയ പോലെയായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടാളും വന്നപ്പോ വീണ്ടും ഒന്ന് ഉഷാറായി. അപ്പൊ ഇനിയിപ്പൊ തിരിച്ച് നമ്മൾ പോവാണ്. അപ്പൊ ഇതുവരെയുള്ള ഇതൊക്കെ നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അച്ചായി അമ്മച്ചീനെയൊക്കെ തിരക്കി ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് അച്ചായിയുടെ അമ്മച്ചീനെ. ഇപ്പൊ നിങ്ങൾ കണ്ടപ്പോ നിങ്ങൾക്ക് സന്തോഷമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരും. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും അച്ചായിനെ അമ്മച്ചീനെയും കാണാം. അമ്മച്ചി എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മച്ചീനെ എത്ര പേരാ ചോദിക്കണ അച്ചായിനെ അമ്മച്ചീനെയും കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഞങ്ങളോട് ദേഷ്യപ്പെടും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇനി ഇറങ്ങാണ് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.